സഹകരണത്തിന് നന്ദി പറയുന്നു. വീണ്ടും ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിലിരിക്കുവാൻ കർത്താവ് ചെയ്തല്ലോ. കർത്താവിന്റെ വെള്ളിക്കവയ്ക്കായി സ്തോത്രം. എന്നെ സ്നേഹിച്ച് ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാൻ ബഹുമാനായ പ്രദാസനോക്കി പാസ്റ്ററോടും ദൈവസഭയോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഷെഫീൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിലായിരിക്കും സഹായിച്ചതുമായ പ്രദാസൻ പാസ്റ്ററിനും കുടുംബത്തിനും എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ രാജ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല ദൈവപ്രവർത്തികൾക്കായും കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന പലരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, വിശേഷാൽ കർത്താവിന്റെ കൃപയാനുസരെയൊക്കെ സ്നാനപ്പെടുത്തുവാനും കർത്താവിന്റെ കൃപയിലേക്ക് രാജ്യത്തിൽ കൊണ്ടുവരുവാനും കർത്താവ് കൃപ ചെയ്തവരെയൊക്കെ ഓർത്ത് നിരന്തരം പ്രാർത്ഥിക്കുവാനും ഒക്കെ ഓരോ ദിവസവും ദൈവം നൽകുന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തിരക്കട്ട ശുശ്രൂഷകളുടെ ഇടയിൽ ആരും കരുതരുത്, നിങ്ങളെ ആരും മറന്നു പോയിട്ടുണ്ടെന്ന് ഒരിക്കലുമില്ല. എന്റെ പ്രാർത്ഥനയിലെല്ലാം നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു. കുടുംബമായിട്ട് ഈ വർഷം ഈ രാജ്യത്തിലേക്ക് വരുവാൻ കർത്താവ് കൃപ ചെയ്തൊരു ഷോർട്ട് വിസിറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. കൊട്ടാരക്കരയുള്ള നാട്ടിലെ ചർച്ചിൽ വേഗത്തിൽ മടങ്ങിപ്പോകേണ്ടതുകൊണ്ട് ഒരു വലിയ റിവൈവലിലാണ് ഇപ്പോൾ ഞങ്ങൾ നാട്ടിലായിരിക്കുന്നത്. വലിയൊരു ഉണർവിൽ, ഒരു ഉണർവിനകത്തുനിന്നായി ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ലീവ് ഇതുവരെയൊക്കെ വന്നേ. എന്നാൽ അതിവേഗത്തിൽ ചർച്ചിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ 2 ദിവസങ്ങളിൽ ലിവർപൂളിൽ നടക്കുന്ന ആളും കൂടുതലുണ്ടോ കുറച്ചുണ്ടോ എന്നുള്ളതല്ല വിഷയം. ഈ 2 ദിവസത്തെ മീറ്റിംഗിൽ ഒരു വ്യക്തിയെങ്കിലും കർത്താവ് തുടർന്നവണ്ണം തൊടുവാനിടയായാൽ അത് മതി ഈ മീറ്റിംഗിൽ വരുന്നതിന് കാരണമായിട്ടില്ല. യേശുക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല, യേശുക്രിസ്തു ഒരു സഭയുടെ ദൈവമല്ല, ഹൈന്ദവന്റെ ദൈവമല്ല യേശു, മുസൽമാന്റെ ദൈവമല്ല യേശു, ക്രിസ്ത്യാനിയുടെ ദൈവമല്ല യേശു, വിശ്വസിക്കുന്നവന്റെ ദൈവമായ ഇന്ന് ഈ സഭയിൽ ആര് വിശ്വസിക്കാൻ തയ്യാറാകുന്നു, ആരവന്റെ അടുക്കൽ വന്നിരിക്കുന്നു, ഒരു കുഞ്ഞുങ്ങളെ പോലെ വിടുവിക്കാതെ എന്റെ കഥ വെറുതെ അയക്കത്തില്ല. എപ്പോഴും പറയും, അപ്പാ ഞങ്ങൾക്ക് അവരുടെ സാന്നിധ്യം വേണം. നിങ്ങൾക്ക് അങ്ങനെ സാന്നിധ്യം വേണം. ഞങ്ങളെ ഒന്ന് തൊടണം. എല്ലാ കടകളും അടച്ച് ഉയർത്തിപ്പിടിച്ച് തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങി നിൽക്കുന്ന ദൈവദൂതന്മാരുടെ മധ്യയിൽ അവർ വധനങ്ങളെ തുറന്ന് സ്തുതിസ്തോത്രത്തോടെ ഞാൻ ഈ പാട്ടിന്റെ വലിയ പാടുന്ന സമയത്ത് ചർച്ചിലായാലും എവിടെ പാടിയിട്ടുണ്ടോ ഈ പാട്ട് പാടുമ്പോൾ പ്രസൻസ് ഫീൽ ചെയ്യുകയും ഈ പാട്ട് പാടുമ്പോൾ നിങ്ങളെ തൊടുന്ന പോലൊരു തോന്നലുണ്ടാകുകയും ചെയ്തെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. ആ മാറോട് ചാടി ഇല്ലാത്തവർക്ക് എങ്ങനെ ചൂടറിയാൻ പറ്റും? അവർക്ക് വഴികൾ എങ്ങനെ മനസ്സിലാകും? ആ കൈയുടെ തണല് അനുഭവിച്ചിട്ടില്ലാത്തവർക്ക്
ഓ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ആ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഓ ആരാധന 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 കൈയല്ലേ പടലിടിക്ക്